അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും നമ്മുടെ മുമ്പിലുള്ള പരീക്ഷ അങ്ങനെ ആലോചിച്ച് ചെറിയ ടെൻഷനിൽ നിൽക്കുകയായിരിക്കും അല്ലേ? ഇനി പിന്നെ അവസാനത്തെ പരീക്ഷയാണല്ലോ. മാർച്ച് മാസം മുഴുവൻ പരീക്ഷയുടെ സമയമാണ് അല്ലേ? അതോടൊപ്പം നോമ്പ് കൂടിയാണ് അല്ലേ? നോമ്പ് കഴിഞ്ഞാൽ നമ്മുടെ വെക്കേഷനും തുടങ്ങും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ നോമ്പിനെയും, അതായത് റമളാൻ മാസത്തെയും റമളാന് ശേഷമുള്ള നമ്മുടെ അവധിക്കാലത്തെയും ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി നമുക്കൊക്കെ ഒരുപാട് ഫ്രീ സമയം ഉണ്ടാവുമല്ലോ. പരീക്ഷയ്ക്കുള്ള പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം ഉണ്ടാവില്ലേ നോമ്പ് കൂടി ആകുമ്പോൾ. അപ്പോൾ നോമ്പിൻ്റെ ആ ഒരു സമയത്തും അതിന് ശേഷമുള്ള നമ്മുടെ 2 മാസക്കാലത്തെ വെക്കേഷനെ വരാൻ പോകണം അല്ലേ? ഈ വെക്കേഷനെയും ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വിസ്ഡം ബാലവേദി നിങ്ങൾക്കായി വലിയൊരു സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പലപ്പോഴും അറിഞ്ഞു കാണും. ഇൻഷാ അല്ലാ 5 പുതിയ പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ളത്. ആ 5 പുസ്തകങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ 5 പുസ്തകങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ? ആദ്യമായി നന്മക്കൂട് എന്നുള്ള പേരുള്ള പുസ്തകമാണ്. നിങ്ങൾ ആരൊക്കെ ഈ പുസ്തകം വാങ്ങി? നമ്മൾ കുറച്ച് മുമ്പേ ഈ പുസ്തകമൊക്കെ പുറത്ത് വിട്ടിരുന്നു അല്ലേ? ആ സമയത്ത് കുറച്ച് പേരൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. വാങ്ങാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ വാങ്ങണേ. 5 പുസ്തകങ്ങൾ ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ വലിയ ഓഫറുണ്ട്. അതിൽ ഒന്നാമത്തെ പുസ്തകമാണ് ഈ നന്മക്കൂട്. നന്മക്കൂട് എന്നുള്ള പുസ്തകം നമ്മുടെ അലിഫ് കിഡ്സ് എക്സാം വരുന്നുണ്ട് മാർച്ച് 30-ാം തീയതി. നമ്മുടെയൊക്കെ ശാഖകളിലും മദ്രസകളിലൊക്കെ ഈ ഒരു എക്സാം വരുന്നുണ്ട്. ആ എക്സാമിൻ്റെ സിലബസ് കൂടിയാണ് ഈ നന്മക്കൂട് എന്നുള്ള പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾ? ഇതിൽ ഒരുപാടധികം നന്മകൾ അടങ്ങിയിട്ടുള്ള അതിൻ്റെ ഒരു കൂടാണ് യഥാർത്ഥത്തിൽ നന്മക്കൂട് എന്നുള്ള പുസ്തകം. ഒരു വലിയ കൂട്ടിൽ കുറേ നന്മകൾ ഇട്ടാൽ എങ്ങനെ? ആ നന്മകളാണ് 24 വിവിധ നന്മകൾ നമുക്ക് ഈ ഒരു പുസ്തകത്തിലൂടെ പഠിക്കാൻ കഴിയും. ഈ പുസ്തകം വെറുതെ കുറേ നന്മകൾ എഴുതിയിരിക്കുകയല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതൊരു സംഭാഷണ രൂപത്തിൽ ഒരു ഇക്കാക്കയും അനിയത്തിയും തമ്മിലുള്ള തമ്മിൽ സംസാരിച്ചു കൊണ്ട് കുറേ നന്മകൾ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണ് ഇതിലുള്ളത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പേജ് നോക്കി നോക്കാം. ഇതിൽ പിന്നെ അയാൻ എന്നും ആയിഷ എന്നുള്ള 2 കുട്ടികളാണ് ഇതിൽ കഥാപാത്രങ്ങളായിട്ടുള്ളത്. ആയിഷമോള് തൻ്റെ ഇക്കാക്കയായ അയാനോട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയും അപ്പോൾ അതിനനുസരിച്ച് അയാൻ കുറേ കാര്യങ്ങൾ ആയിഷമോൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു സംഭാഷണം ഉള്ളത്: പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് ആയിഷ. നന്മകൾ തേടി ഒരു യാത്ര പോവുകയാണ് ഞാൻ. എൻ്റെ ഇക്കാക്കയും കൂടെയുണ്ട്. നന്മകൾ ചെയ്യുന്നവർക്കേ ജീവിതത്തിൽ വിജയമുണ്ടാകൂ. വിജയം തേടി ഒരു യാത്രയാണിത്. കൂട്ടുകാർ കൂടുന്നോ എൻ്റെ കൂടെ എന്ന് ആയിഷമോൾ ചോദിക്കുകയാണ്. അപ്പോൾ ഇക്കാക്കായിട്ടുള്ള അയാൻ പറയാണ്: കൂട്ടുകാരെ, ഞാനാണ് ആയിഷമോളുടെ ഇക്കാക്ക. എൻ്റെ പേര് അയാൻ. ആയിഷമോളുടെ ഈ യാത്രയിൽ അവൾക്ക് നന്മകൾ ഉപദേശിച്ച് ഞാനുമുണ്ട് കൂടെ. നിങ്ങളും ഞങ്ങളോടൊപ്പം കൂട്ടുകൂടൂ. നമുക്ക് പ്രാർത്ഥനയോടെ നന്മകൾ തേടിയുള്ള യാത്ര തുടങ്ങാം. റബ്ബേ, ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ വർദ്ധിപ്പിച്ച് നൽകണേ എന്ന് അയാൻ മോൻ ആയിഷമോൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി കുറേ നന്മകൾ, 24 വിവിധ നന്മകൾ ഈ ബുക്കിൽ പഠിപ്പിക്കുന്നുണ്ട്. നന്മ പഠിപ്പിച്ച പ്രവാചകൻ്റെ കഥ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന കാര്യം, സൽസ്വഭാവം എങ്ങനെയായിരിക്കണമെന്നത്, സൂക്ഷ്മതയുള്ളവരാവുക എന്നത്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, കളവ് പറയാതിരിക്കുക തുടങ്ങി കുറേ നന്മകളുണ്ട്. ബാക്കി നന്മകൾ കൂട്ടുകാർ വായിച്ചെടുക്കണം കേട്ടോ. രണ്ടാമതായിട്ടുള്ളൊരു പുസ്തകം സ്പ്രിംഗ് എന്ന പേരുള്ള ഒരു ആക്ടിവിറ്റി ബുക്കാണ്. ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ? സ്പ്രിംഗ് എന്ന പേരിൽ നമുക്ക് ഈ ഒരു റമളാനെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന, റമളാനും അത് കഴിഞ്ഞുള്ള അവധിക്കാലം അടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ആക്ടിവിറ്റി ബുക്കാണ് രണ്ടാമതായിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് കുറേ ആക്ടിവിറ്റികൾ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എങ്കിൽ നമുക്ക് കുറേ സമയം എടുത്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പല ആക്ടിവിറ്റികൾ കാണാൻ കഴിയും. നമുക്ക് വരയ്ക്കാനാണെങ്കിലും കളർ കൊടുക്കാനാണെങ്കിലും വഴി കാട്ടാനാണെങ്കിലും പസില് പോലെയാണെങ്കിലൊക്കെ ഒരുപാടധികം ആക്ടിവിറ്റികൾ ഇതിലുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ കൂടെ ഉള്ളതാണ്. മൂന്നാമതായിക്കൊണ്ട് മക്കളോട് പറയാനുള്ള ചില കഥകളായിക്കൊണ്ട് ഒരു പുസ്തകം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ 30 വിവിധ കഥകൾ നമുക്കൊക്കെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉമ്മയും ഉപ്പയൊക്കെ പറഞ്ഞു തരാൻ കഴിയുന്ന രൂപത്തിലുള്ള നല്ല കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അർഷദ് അൽ ഹിക്കമി താനൂരാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകത്തിൽ 30 വിവിധ കഥകൾ നമുക്കൊക്കെ പലപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് കൂടുതൽ ആളുകളും കഥയൊക്കെ കേൾക്കാറുള്ളത് അല്ലേ? നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠത്തെയും ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന രൂപത്തിലുള്ള കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. നാലാമത്തെ നമ്മുടെ പുസ്തകം 2 പാർട്ടായിക്കൊണ്ടാണ് ഇറക്കിയിട്ടുള്ളത്. ഇതും ഒരു ആക്ടിവിറ്റി ബുക്കാണ്. ഹയ്യാ നതഅല്ലം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. നമുക്ക് ഈ പുസ്തകത്തിൻ്റെ കട്ടി കണ്ടാൽ തന്നെ അറിയാം അല്ലേ? കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട് അല്ലേ? കുറേ കാര്യങ്ങൾ എത്രത്തോളം വെച്ചാൽ നമുക്ക് ആൽഫബറ്റുകളുണ്ട്. അറബിക്കും ഇംഗ്ലീഷും നമുക്ക് പഠിക്കാൻ കഴിയുന്ന അറബിയിലുള്ള കുറേ അക്ഷരമാലയല്ലേ നമുക്കെല്ലാം കാണാതെ അറിയോ? കാണാതെ അറിയുകയും ചെയ്യണം. അതോടൊപ്പം ഓരോ അക്ഷരത്തിനും ഓരോ നല്ല വാക്കുകൾ നമുക്ക് പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ പല ലെറ്ററുകളുണ്ട്, കളറുകൾ,
പല നിറങ്ങളുടെ പേരുകൾ നമുക്ക് പഠിക്കാൻ കഴിയും. അതുപോലെ പല ഒബ്ജക്റ്റുകളുടെ പേര് പഠിക്കാൻ കഴിയും. ചില നമ്പറുകളും പഠിക്കാൻ കഴിയും. 1 മുതൽ 10 വരെയുള്ള നമ്പറുകളൊക്കെ നമുക്ക് കളർ കൊടുക്കാൻ കഴിയും. അതോടൊപ്പം ആ നമ്പർ കാണാതെ പഠിക്കാനും കഴിയും. അതോടൊപ്പം പല ഷേപ്പുകൾ പഠിക്കാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ ആക്ടിവിറ്റികൾ ഈ 2 പുസ്തകങ്ങളായിട്ടുണ്ട്. ഹയ്യാൻ അത്താലം എന്ന പേരിൽ നമ്മൾ പ്രത്യേകമായിട്ട് പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ ആക്ടിവിറ്റി ഒക്കെ നിങ്ങൾ വരച്ച് തീരുമ്പോഴേക്കും അല്ലെങ്കിൽ ഇത് എഴുതി തീരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കുന്ന ഉറപ്പാണ്. അതുകൊണ്ട് ഈ ആക്ടിവിറ്റി കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെ പിന്നെ നമ്മളെ 5 പുസ്തകങ്ങൾ, നന്മക്കൂട്, അതുപോലെ തന്നെ സ്പ്രിംഗ് എന്ന ആക്ടിവിറ്റി പുസ്തകം, മക്കളോട് പറയാനുള്ള കഥകൾ, അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റിക്ക് മാത്രമായിട്ട് ഇറക്കിയ ഹയ്യാൻ അത്താലം എന്ന പേരുള്ള 2 പുസ്തകങ്ങൾ, ഇതെല്ലാം കൂടി നിങ്ങൾ ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഓഫറാണ് വിസ്ഡം ബാലവേദി ഒരുക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് പിന്നെ ഈ പുസ്തകം മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വില വരുന്നത് 560 രൂപയും പിന്നെ ഒരു 50 രൂപ കൊറിയർ ചാർജുമാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ 610 രൂപയുടെ പുസ്തകങ്ങളെല്ലാം 499 രൂപയ്ക്കാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്ത് വിസ്ഡം ബാലവേദി സ്പെഷ്യൽ ഓഫർ ആയിക്കൊണ്ട് കൂട്ടുകാർക്കായി സമ്മാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാരോടും ഉപ്പമാരോടൊക്കെ ഇപ്പോൾ തന്നെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ആക്ടിവിറ്റി പുസ്തകങ്ങളുടെ ഒരു കിറ്റ് തന്നെ നിങ്ങൾ പെട്ടെന്ന് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെയൊക്കെ പിന്നെ ഓഫർ പിന്നെ പുസ്തകങ്ങൾ അടിച്ചത് തീരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളിൽ ഈ പുസ്തകം എത്തുന്നു നമ്മൾ ഉറപ്പ് വരുത്തണം. ഈ റമദാനും അതിന് ശേഷമുള്ള അവധിക്കാലവും ഈ ആക്ടിവിറ്റി പുസ്തകങ്ങളോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഉഷാറായി മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ആക്ടിവിറ്റി പുസ്തകങ്ങളോടൊപ്പം തന്നെ നമുക്ക് ഫ്രീ ആയിക്കൊണ്ട് സ്റ്റിക്കറുകളുടെ ഒരു സെറ്റും നമ്മൾ നൽകുന്നുണ്ട്. ഇത് നോക്കുങ്ങൾ എത്ര സ്റ്റിക്കറുകൾ അതിലുള്ളത്. ഇതൊക്കെ നമുക്ക് പല ഭാഗങ്ങളിലായി വീടിൻ്റെ പല ഭാഗത്തായി ഒട്ടിച്ച് വെക്കാവുന്ന രൂപത്തിൽ ആ പ്രാർത്ഥനകളാണ് ഇതിലുള്ളത്. ഈ സ്റ്റിക്കറുകളിൽ ഫുൾ പ്രാർത്ഥനകളാണുള്ളത്. ഈ പ്രാർത്ഥനകൾ അങ്ങനെ കാണാതെ പഠിക്കാനും, ഇപ്പോൾ ബാത്റൂമിൽ പോകുമ്പോഴുള്ള പ്രാർത്ഥന, ബാത്റൂമിൽ പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന, ഇതൊക്കെ നമുക്ക് കാണാതെ അറിയോ? അറിയുമെങ്കിലും പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് അല്ലേ, കയറുമ്പോൾ ചൊല്ലാനൊക്കെ. അതുകൊണ്ട് ആ കയറുന്ന ഭാഗത്ത് അത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല. അതിനുള്ള ഒരു വലിയൊരു അവസരമാണ് ഈ പ്രാർത്ഥനകളുടെ സ്റ്റിക്കർ എന്നുള്ളത്. ഈ സ്റ്റിക്കർ നിങ്ങൾക്ക് ഫ്രീ ആയിക്കൊണ്ടാണ് നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഈ ആക്ടിവിറ്റി പുസ്തകങ്ങളും സ്റ്റിക്കറും ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഈ റമദാനും അതിനുശേഷമുള്ള അവധിക്കാലവും ഏറ്റവും മനോഹരമായിട്ട് അടിച്ചു പൊളിക്കാനുള്ള നമുക്കുള്ള ആക്ടിവിറ്റികളും പിന്നെ സമ്മാനങ്ങളും നമുക്ക് ചെയ്യാനുള്ള കുറേയധികം പ്രവർത്തനങ്ങളുമായിട്ട് വിസ്ഡം ബാലവേദി നിങ്ങൾക്ക് വലിയൊരു ഓഫറാണ് നൽകുന്നത്. അതുകൊണ്ട് ഈ പുസ്തകങ്ങളും ഈ കിറ്റും എത്രയും പെട്ടെന്ന് വാങ്ങുക. അതിനുള്ള ബാക്കി വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ തുറന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അള്ളാഹു നമ്മുടെ ഈ ഒരു അവധിക്കാലവും റമദാനും ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാനും അള്ളാഹുവിന് കൂടുതൽ അടുക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല മക്കളായിട്ട് മാറാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.